ഹലോ, കിച്ചൂസ് ടീംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റിലാണ്. അവൻ ഉറങ്ങുമോയെന്നൊക്കെ ഒന്ന് നോക്കി, നടപടി ആയില്ല. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനും ചിരിക്കാനൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ തോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ചുമ്മാ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ജലദോഷം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ അധികം ഇറങ്ങണില്ല, വീടിനുള്ളിൽ തന്നെയാണ്. അങ്ങനെ 1.5 മണിക്കൂർ ഞങ്ങൾ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് അവൻ മാക്സിമം അവിടെ എല്ലാം വലിച്ച് വാരി നിരത്തിയിട്ടു. കുറേ തുണി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലായിരുന്നത് കൊണ്ട് കുറേ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ കാരണം അങ്ങനെ അധികം കഴുകിയിടാനൊന്നും പറ്റിയില്ല. അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആളതെല്ലാം എടുത്ത് വാരി എല്ലാം റൂമിൽ കൂടെ ഫുള്ളാക്കിയിട്ടു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറക്കി വെച്ചോളാം എന്ന് പറഞ്ഞ് തന്നെ എല്ലാം പറക്കി വെക്കുക കേട്ടോ പാവം. മൊത്തം പറക്കി വെച്ചൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എല്ലാം വാരി പറക്കി വെച്ചു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം അതെല്ലാം വാരിക്കൂട്ടി ബക്കറ്റിലൊക്കെ ആക്കി ഞാൻ പയ്യെ കഴുകാൻ ഇറങ്ങി കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും കുറേ കഴുകിയിടാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്തു, മൊത്തം എടുത്തില്ല, ബാക്കി നാളെ കഴുകാമെന്ന് വെച്ചു. അപ്പോൾ ബാക്കി കുറച്ചെടുത്തിട്ട് പോയി. അപ്പോഴത്തേനും അപ്പച്ചിയാണെങ്കിൽ തോർച്ച കണ്ട് ജാതിക്ക ഉണ്ടോ നോക്കാമെന്നും പറഞ്ഞ് പറമ്പിൽ കയറി പോവാണേ. അപ്പം ഞാൻ കുറേ തുണിയൊക്കെ വാരി കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. കിച്ചു അമ്മച്ചിയും കൂടെ അകത്താണ്. അവനെ പുറത്തോട്ട് അങ്ങ് അധികം ഇറക്കണില്ലാത്തതുകൊണ്ട് അകത്തിരിക്കുമായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ പകുതി എടുത്തിട്ട് വന്നു, എന്നിട്ട് തിരുമ്മി കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് മഴയത്ത് അങ്ങനെ പുറത്ത് ചാർത്തിൽ സ്ഥലം ഉണ്ടെന്ന് വെച്ചാലും തുണി ഇങ്ങനെ വിശ്വസിച്ചിടാൻ പറ്റത്തില്ല. ഭയങ്കരമായ കാറ്റല്ലേ, കാറ്റായതുകൊണ്ട് അത് ചാടിപ്പോവും മിക്കപ്പോഴും തന്നെ. അപ്പം കഴുകിയിട്ട് പുറത്തിടാറില്ല, കഴുകി കഴിഞ്ഞ് ഡ്രയറിലിട്ടൊന്ന് ഉണക്കിയിട്ട് അകത്ത് റൂമിൽ കൂടെയൊക്കെ മഴയത്ത് റൂമിൽ തന്നെ തുണിയിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ പതിവ്. നല്ല മഴയായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ബീൻസും പയറും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ കൂടുകളിലാക്കിയിട്ട്. പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല, കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് അത് എല്ലാം പോയി, വെള്ളം തല്ലിപ്പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നും നന്നായിട്ട് കയറി വരുന്നില്ല, എല്ലാം അപ്പടി പോയി കിടക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണി ഞാൻ കുറേ കഴുകിയിട്ട് അത് കഴുകിയ തുണിയെടുത്ത് ഡ്രയറിലിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഡ്രയറിലിട്ടിട്ട് അകത്ത് റൂമിൽ കൂടെ ഒക്കെ വിരിച്ചിടുക കേട്ടോ.
കളഞ്ഞ തുണി റൂമിൽ കിടക്കണില്ലാത്ത റൂമിൽ കൂടെ ഇങ്ങനെ അഴ കെട്ടിയിട്ട് അവിടെ വിരിച്ചിടും. എന്നിട്ട് ഫാനും ഇടും. ഇടയ്ക്ക് ലൈറ്റും കൂടെ ഒക്കെ ഓണാക്കി പയ്യെ ഉണക്കി പറക്കി എടുക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം അവിടെ വിരിച്ചിട്ടിരുന്നത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കുറേ ഉണ്ട് കേട്ടോ. അത് മടക്കി വെക്കാനായിട്ട് കൂട്ടിയിട്ടേക്കും ഒരു സൈഡിൽ നിന്ന്. അത് പയ്യെ മടക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടിയിലോട്ട് കടന്നു. അരി ഇടാനായിട്ട് വെള്ളം വെച്ച്, പിന്നെ ചായ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് കാപ്പി ഇട്ടു കേട്ടോ. ചക്ക വറുത്തതും വാഴയ്ക്ക വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കാപ്പി കുടിക്കാമെന്ന് വെച്ച് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അരി ഇടാനുള്ള വെള്ളം ചൂടായി. അപ്പോൾ അരി ഇടാനായിട്ട് വന്നതാണ്. അരി ഇടുമായിരുന്നു. അരി ഇട്ട് കഴിഞ്ഞിട്ട് കറിയൊക്കെ വെക്കാനുണ്ട്. ഇനി വൈകുന്നേരത്തെ അത്താഴത്തേക്കുള്ള കാര്യങ്ങൾ.
അരി ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ വൈകിട്ടത്തേക്ക് പയർ മെഴുക്കുവരട്ടി വെക്കാമെന്ന് തീരുമാനിച്ചിട്ട് കറിയായിട്ട് പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി എല്ലാം അരിയാനൊക്കെ തുടങ്ങുമായിരുന്നു. കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, വൈകുന്നേരത്തേക്ക് മാത്രമായിട്ട് കുറച്ചെടുത്ത് അത് മെഴുക്കുവരട്ടി വെക്കാം എന്നും പറഞ്ഞാൽ അതെടുത്ത് വെച്ച് അരിയുമായിരുന്നു. അമ്മച്ചിയും മോനും ചായ കുടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. കിച്ചു അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ചായ കുടിയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനെന്നാൽ എല്ലാം അരിഞ്ഞ് പറക്കി തോരൻ കറി അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയായിട്ട് വെക്കാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചു. പിന്നെ അരി തിളച്ചു കേട്ടോ. അവന് ജലദോഷമായതുകൊണ്ട് എപ്പോഴും എൻ്റെ ഒരു തുണിയുണ്ട്, തുണി പിടിച്ചുകൊണ്ടാണ് നടക്കണേ. പയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കിച്ചു വന്നിട്ട് അമ്മ ഇന്ത്യയും ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ. കുറച്ച് നേരം കണ്ടില്ലെങ്കിൽ അമ്മയെന്ന് പറഞ്ഞ് വിളിയാം. അപ്പം അമ്മ ഇന്ത്യയും ചോദിച്ചപ്പോൾ അവിടെ വന്ന് നിൽപ്പുണ്ട്, അപ്പുറത്ത് വന്ന് നിന്ന് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. അവിടെ വന്ന് നിന്നിട്ട് അവൻ അമ്മയെന്ന് വിളിക്കുന്നുണ്ടേ. അതാട്ടോ ഇതിനിടയ്ക്ക് ചിരിക്കണേ. ഞാൻ കട്ടിംഗ് ബോർഡൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാണ്ട് ചുമ്മാ ഒറ്റയ്ക്ക് കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ.
വൈകിട്ട് അവിടെ ഉച്ചയ്ക്ക് അവിടെ ഇരുന്നപ്പം അവൻ്റെ ഓട്ടോറിക്ഷ പൊട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് അത് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് ഒട്ടിച്ച് വെച്ചതാണ്. അത് കുറച്ച് എൻ്റെ കയ്യിലായി വിരലൊട്ടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പം അതാ ഞാൻ നോക്കണം കേട്ടോ, കയ്യിലെന്തോ പറ്റിയ പോലെ. അപ്പോഴത്തേനും ചോറെടുത്ത് വെക്കാറായി. ചോറൊരു 10-20 മിനിറ്റ് തിളച്ച് കഴിയുമ്പം മറ്റേ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാട്ടോ എടുക്കണേ. അപ്പോൾ അതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്ത് ചട്ടിയൊക്കെ കഴുകിയെടുക്കണേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ അമ്മച്ചോട് സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ കിച്ചു ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ. ഓടി ഓടി വന്നിട്ട് ഞാൻ അടുക്കളയിൽ ഓരോ പാത്രങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോകും. എന്നിട്ട് അപ്പുറത്ത് ഹാളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പയർ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാമ്പർ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കത്തിച്ചു. പിന്നെ വൈകിട്ട് അപ്പോൾ വന്നപ്പോഴത്തേനും അവൻ അപ്പയുടെ കൂടെ ആയിട്ടോ കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചു ചാനലും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പിന്നെ കാണാം.